നമസ്തേ, കഥകളതിസാഗരത്തിലേക്ക് സ്വാഗതം. ഇന്നും ദക്ഷപ്രജാപതിയുടെ മറ്റൊരു മകളായ വിനത, കശ്യപ പ്രജാപതി ഭർത്താവ്, അവരുടെ കഥയാണ് പറയുന്നത്. അപ്പോൾ കദ്രുവിനിങ്ങനെ 1000 നാഗങ്ങൾ, 1000 പാമ്പുകൾ പുത്രന്മാരായിട്ട് കിട്ടിയപ്പോൾ വിനതയ്ക്ക് തോന്നി, എനിക്ക് 1000 ഒന്നും വേണ്ട, പുത്രന്മാർ എനിക്കും വേണം. വേഗം ഭർത്താവിൻ്റെ അടുത്ത് ചെന്ന് സ്നേഹം കൂടിയിട്ട് പറഞ്ഞു, അതെ അപ്പോഴേ ഒരു കാര്യം, എനിക്കൊരു മോഹമുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. എന്താ വേണ്ടേ വിനതയ്ക്ക്, എന്താ വേണ്ടേച്ചാൽ ചോദിച്ചോളൂ. അപ്പം എനിക്കും വേണം പുത്രലാഭം. ഓ ആയിക്കോട്ടെ, എത്ര പുത്രന്മാർ വേണം? എനിക്ക് 2 പുത്രന്മാർ മതി. 2 ആൾ നല്ല ഉഗ്രന്മാരാവണം, നല്ല മിടുക്കന്മാരായ പുത്രന്മാരാവണം എന്ന് പറഞ്ഞു. ഓ അങ്ങനെയാവാം, അതിന് വിരോധമില്ല. അങ്ങനെ വിനത ഈ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് കദ്രുവിൻ്റെ പോലെ മുട്ടയിട്ട് തന്നെ 2 പുത്രന്മാരുണ്ടാകണം. അങ്ങനെ ആയിക്കോട്ടെ, മുട്ട പൊട്ടി വിരിഞ്ഞ് വരുമ്പോൾ 2 മിട്ടുകര് പുത്രന്മാരാകും എന്ന് പറഞ്ഞു. വിനതയും മുട്ടയിട്ടു. വിനത മുട്ടയിട്ട് 2 മുട്ട, 2 എണ്ണം 2 പാത്രത്തിൽ ആക്കി പാത്തു വെച്ചു, മുട്ട വിരിയട്ടെ. പറഞ്ഞ പോലെ 500 കൊല്ലം കഴിഞ്ഞപ്പോഴല്ലേ കദ്രുവിന് 500 മുട്ടകൾ വിരിഞ്ഞത്. എൻ്റെ 2 മുട്ടകളിൽ നോക്കിയപ്പോൾ എന്തൊന്നും വിരിഞ്ഞിട്ടില്ല. ആ സമയത്ത് കദ്രുവിൻ്റെ മക്കൾ 1000 നാഗങ്ങൾ ഓടി ആശ്രമത്തിലും പരിസരത്തിലും മുറ്റത്തും പറമ്പിലും പാടത്തും വെള്ളത്തിലും കരയിലും ഒക്കെ ആയിട്ട് ഓടി കളിച്ച് നടക്കുക. സർപ്പങ്ങളല്ലേ, ഏത് വഴി വേണമെങ്കിൽ പോയിക്കൂടെ. അവരെ അങ്ങോട്ട് കാണുമ്പോൾ അവർ ഓടി പോകണം കാണുമ്പോൾ കദ്രു ഇരുന്ന് ഇങ്ങനെ സന്തോഷിക്കുക. വിനതയ്ക്ക് തൻ്റെ മുട്ട കുട്ടി താൻ ഇട്ട മുട്ടയൊന്നും വിരിഞ്ഞിട്ടില്ല. ദിവസം ചെന്ന് നോക്കും പാത്രത്തിൽ 500 ദിവസമായി, ഇതുവരെ ഒന്നും വിരിഞ്ഞിട്ടില്ല. എന്തായാലും ഒരു കാര്യം ചെയ്യാം എന്ന് കരുതി ആ മുട്ട പതുക്കനെ വിരിയാറായോ ഒന്ന് നോക്കി. വിരിയാറായിട്ടില്ല, ഒന്ന് പൊട്ടിച്ചു നോക്കിയാലോ, ചിലപ്പോൾ അങ്ങോട്ട് വിരിഞ്ഞ് വന്നാലോ, അപ്പോൾ തനിക്കുണ്ടായില്ലേ ഒരു പുത്രൻ ഉണ്ടാവില്ലേ എന്നിങ്ങനെ തോന്നി. വേണ്ട വിരിയട്ടെ എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങോട്ട് നോക്കുമ്പോൾ എന്താ, കദ്രു കുട്ടികളുടെ കൂടെ, കദ്രുവിൻ്റെ മക്കളുടെ കൂടെ കളിക്കുക. അമ്മയുടെ മേത്തക്കൊക്കെ ഇഴഞ്ഞു കയറും ഈ മക്കൾ. അങ്ങനെ കളിക്കണം കാണുമ്പോൾ വീണ്ടും വിഷമം തോന്നുന്നു. തൻ്റെ പുത്രൻ ഇതുവരെ വന്നില്ലല്ലോ പുറത്തേക്ക്, മുട്ട പൊട്ടിയിട്ടുമില്ല. ഞാൻ ക്ഷമിക്കാൻ പറ്റില്ല, ഒരു മുട്ടയൊന്ന് പൊട്ടിച്ചു പോകട്ടെ, എന്താ ഉണ്ടാവും എന്നറിയാലോ, കുട്ടി പുറത്തേക്ക് വരും, അല്ലാണ്ട് ബന്ധമുണ്ടാവാൻ എന്നും കരുതി വിനത തനിക്ക് താനിട്ടിട്ട് ഭദ്രമായിട്ട് വിരിയാൻ വേണ്ടി വച്ചേക്കണം മുട്ടയിൽ ഒരെണ്ണത്തിലൊന്ന് മുട്ടി ഒരു ദണ്ടെടുത്ത് ഒരൊറ്റ കൊട്ടുകൂട്ടി പതുക്കലം കണ്ടു മുട്ട പൊട്ടിച്ചപ്പോൾ അതിൽ നിന്നിങ്ങനെ ഉയർന്നെഴുന്നേറ്റു അതീവ തേജസ്വിയായ ഒരു പുത്രൻ ഇങ്ങനെ കണ്ട് പുറത്തേക്ക് വന്നു. തല കണ്ടു ഇങ്ങനെ വന്നു, കയ്യതാ പൊക്കി ഇങ്ങനെ വന്ന് ഇത്രത്തോളം അങ്ങോട്ട് എത്തി, അരഭാഗത്ത് എത്തി. അത് കഴിഞ്ഞ് കീഴ്പോട്ട് നോക്കിയപ്പോഴേ കാലുകൾക്ക് പകരം രണ്ട് കൈകൾ പോലെ ചെറുതായിട്ടുള്ള 2 കാലുകൾ. കുട്ടിക്ക് വളർച്ച പൂർത്തിയായിട്ടില്ല, അരയ്ക്ക് കീഴ്പട്ടയ്ക്ക് ഒന്നുമില്ല, വളർന്നിട്ടില്ല. അതിനു മുമ്പേ മുട്ട പൊട്ടിച്ച് പുറത്ത് വന്നില്ലേ. പക്ഷേ ആ കുട്ടി പുറത്ത് കടന്ന ഉടനെ അമ്മയോട് പറഞ്ഞു, അമ്മ ചെയ്തത് മഹാക്രമായി പോയി. കണ്ടോ, എൻ്റെ ശരീരം കണ്ടോ, ഞാൻ വിരൂപനായില്ലേ, എനിക്ക് അരയ്ക്കുന്ന കീഴ്പ്പെട്ട് ഒന്നുമില്ലല്ലോ, കാലുകളില്ലാതെ പോയില്ലേ. അമ്മ ഒരു കാര്യം ചെയ്യണം, ഞാൻ എങ്ങനെയെങ്കിലും പോയിട്ട് ഏതെങ്കിലും വിധത്തിൽ പോയി ജീവിച്ചോളാം. അമ്മയ്ക്ക് എന്നെക്കൊണ്ടാവണ എല്ലാ സംരക്ഷണവും തരാം. പക്ഷേ ഒരു അപേക്ഷയുണ്ട് എനിക്ക്. എന്താ അപേക്ഷ എന്ന് ചോദിച്ചു. സങ്കടമായി, വിനതയ്ക്കും സങ്കടമായി. തൻ്റെ ഒന്നാന്തരം കുട്ടിയായിട്ട് വരേണ്ടത് പകുതി വളർച്ചയായപ്പോഴത്തേക്കും തനിക്ക് പൊട്ടിച്ച് പുറത്തെടുത്തുല്ലോ, താൻ കാരണം തൻ്റെ മകൻ വിരൂപനായി പോയില്ലോ, എന്തൊരു തേജസ്സാവന്, സൂര്യൻ്റെ തേജസ്സാണ് എന്ന് കരുതി വിനത ആ മകനെ അരുണൻ എന്ന് വിളിച്ചു. ആ തേജസ്സുള്ള പുത്രൻ അരുണൻ എഴുതണം. അമ്മ അടുത്ത കുടത്തിൽ എൻ്റെ അനിയനാണ് ഇരിക്കണത്, അവൻ ആ മുട്ട പൊട്ടിക്കരുതമ്മ, അവൻ കാത്തിരിക്കും,
തന്നെത്താനെ പൊട്ടി അവൻ പുറത്തു വരട്ടെ. എനിക്ക് ശക്തി കുറവൊക്കെ ഉണ്ടെങ്കിലും അത് ഞാൻ എന്തെങ്കിലും ആവട്ടെ സഹിക്കാം. പക്ഷേ അവനങ്ങനെ വരരുത്. അവൻ നല്ല കരുത്തനും ശക്തനുമായിട്ട് വരട്ടെ. അതുവരെ അമ്മ ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ ക്ഷമിക്കാം മോനെ, ഇതറിയാതെ പറ്റിയ അബദ്ധമല്ലേ, എനിക്കൊരു മകനെ കാണാനുള്ള മോഹം കൊണ്ട് ഞാൻ മുട്ട പൊട്ടിച്ചതാ എന്ന് പറഞ്ഞ് അരുണനെ മാറോട് ചേർക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് അരുണൻ അങ്ങനെ പോയി ബ്രഹ്മാവിൻ്റെ അടുത്ത് ചെന്ന ബ്രഹ്മാവ് പറഞ്ഞു, നീ വിഷമിക്കേണ്ട വരുട, ഒരു കാര്യം ചെയ്യാം, നിനക്ക് പറ്റിയൊരു ജോലി, ഇരുന്ന് ചെയ്യാവുന്നൊരു ജോലി നിനക്ക് ചെയ്യാമല്ലോ, അത് ഞാൻ ചെയ്യാം. എന്നാൽ ഒരു കാര്യം ചെയ്യും, സൂര്യൻ്റെ രഥം ഓടിക്കാൻ ഇപ്പോൾ ആളില്ല, ആ ഒരു ഡ്രൈവറുടെ ജോലി ഉണ്ട്. സൂര്യൻ്റെ രഥം ഇങ്ങനെ രാവിലെ പ്രഭാതത്തിൽ അങ്ങനെ രഥം തെളിച്ച് സൂര്യകിരണങ്ങൾ അപ്പോഴേ ഭൂമിയിൽ എല്ലായിടത്തും എത്തും. ഇങ്ങനെ പോയി വൈകുന്നേരം ആകുമ്പോൾ കടലിൽ ചെന്നതാണ്. പിറ്റേ ദിവസം വീണ്ടും ഇങ്ങനെ പോകണം. ഇങ്ങനെ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് സൂര്യൻ്റെ രഥം ഓടിക്കലാണ് ജോലി. ചെയ്യാലോ, അത് ഞാൻ അവിടെ ഇത് ചെയ്തോളാം. അങ്ങനെ അരുണൻ സൂര്യൻ്റെ തേരാളിയായി ജീവിക്കാനായിട്ട് ആരംഭിച്ചു. അങ്ങനെയാണ് വിനതയുടെ മൂത്ത മകൻ്റെ കഥ. അങ്ങനെ അരുണൻ ജീവിക്കാനൊക്കെ ശ്രമിച്ചു. സൂര്യൻ്റെ രഥം ഇങ്ങനെ ഓടിപ്പോണ കാണുമ്പോൾ വിനത ഇവിടെ നിന്നുകൊണ്ട് മകനെ ഇങ്ങനെ കാണും. എൻ്റെ മകനാണേ, ആ സൂര്യതേജസ് പോലെ ഉണ്ടായിരുന്ന കുട്ടിയാണ്. ഇതാ സൂര്യൻ്റെ രഥം ഓടിച്ചുകൊണ്ട് പോവും, അവൻ സൂര്യദേവനെയും കൊണ്ടാണ് പോണേ എന്നിങ്ങനെ നിന്ന് സന്തോഷിക്കും, കണ്ട് സന്തോഷിക്കും. എന്തായാലും ഇനി കാത്തിരിക്കാം, മറ്റേ മുട്ട വിരിയട്ടെ. അങ്ങനെ ഇരിക്കെ ദിവസങ്ങൾ പലതും പെട്ടെന്ന് കഴിഞ്ഞു. അടുത്ത മുട്ടയും കൂടി പൊട്ടി. മുട്ട പൊട്ടിയിട്ട് അവിടുന്ന് ഈ പറഞ്ഞതുപോലെ അരയ്ക്ക് മേലോട്ടിങ്ങനെ തലയ്ക്ക് ഇത്തിരി വ്യത്യാസമുണ്ടല്ലോ ഈ കുട്ടിയുടെ, മനുഷ്യക്കുട്ടിയുടെ തല പോലെ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ വളരെ നീണ്ടൊരു കൊക്ക്, പക്ഷികൾക്കുള്ളത് പോയൊരു കൊക്ക്. അങ്ങനെ പിന്നെ വീണ്ടും വന്നു കഴിഞ്ഞ് അരയ്ക്കണം കഴിപ്പട്ടായി പുറത്തങ്ങോട്ട് കടന്ന വഴിക്ക് ചിറക് രണ്ടെണ്ണം അങ്ങോട്ട് വീട്ടാണ്. കരുത്തനായൊരു പുത്രൻ. അവനങ്ങോട്ട് ഉയർന്നു പൊങ്ങി ഒന്ന് വട്ടത്തിൽ പറന്നു അമ്മയുടെ താഴെ ഇറങ്ങി അമ്മയെ തൊഴുത് നമസ്കരിച്ചു. ആ പുത്രനാണ് ഗരുഡൻ, വിനതയുടെ രണ്ടാമത്തെ പുത്രൻ. 1000 സർപ്പങ്ങളെ കൊത്തി വിഴുങ്ങാനുള്ള ശക്തി ഗരുഡൻ അപ്പോഴേ ഉണ്ട്. അപ്പോൾ കൊത്തി വിഴുങ്ങിയൊന്നുമില്ല അപ്പോൾ എന്ന് കരുതി അങ്ങനെ പാമ്പുകളുടെ അമ്മ, മറ്റേ അമ്മ വിനത എന്ന് പറയുന്ന അമ്മയ്ക്ക് 2 പുത്രന്മാർ, അരുണനും ഗരുഡനും. ഇതാണ് ഇന്നത്തെ കഥ. എന്ത് വിനത അരുണൻ്റെയും ഗരുഡൻ്റെയും പിറവി. അതാണ് ഇന്നത്തെ കഥ. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ.